പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് നീതു. ഞാൻ ആവേ മരിയ മിനിസ്ട്രിയിൽ 2 വർഷത്തോളമായി വരാൻ തുടങ്ങിയിട്ട്. ഞാൻ ഡൈവേഴ്സ്ഡാണ്. എനിക്കൊരു കുടുംബജീവിതം വേണം, എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ കാരണത്താലാണ് ഡൈവേഴ്സ്ഡായത്. ഞാനങ്ങനെ വിക്ടറി ബ്രദറായിട്ട് പരിചയപ്പെടുകയും എൻ്റെ ഒരു ഫ്രണ്ട് വഴി വിക്ടറി ബ്രദറിനെ പരിചയപ്പെടുകയും വിക്ടറി ബ്രദറായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ ആദ്യമൊന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. അപ്പോൾ ബ്രദർ എനിക്ക് പറഞ്ഞായിരുന്നു, എനിക്ക് നല്ലൊരു ജീവിതമുണ്ട് എന്ന് ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു. ബ്രദർ എനിക്ക് പ്രാർത്ഥനകളൊക്കെ തന്നായിരുന്നു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. പിന്നീട് 2 വർഷം ശേഷം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ ഞാൻ ബ്രദറിനെ വീണ്ടും ഭയങ്കര സങ്കടങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ, ഓരോരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രദറിനെ വീണ്ടും വിളിച്ചായിരുന്നു. ബ്രദർ പറഞ്ഞു എനിക്ക് പ്രാർത്ഥനയുടെ കുറവുണ്ട്, അതുകൊണ്ടാണ് എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ബ്രദർ പറയുന്ന പോലെ പിന്നെ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു കുഞ്ഞുള്ള കാരണം കുഞ്ഞ് അംഗീകരിക്കുന്ന ഒരു ജീവിത പങ്കാളി എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അപ്പം തന്നെ തിരിച്ച് വരണം എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. എക്സ് ഹസ്ബൻഡായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു, കുഞ്ഞിനെ പ്രതി. പക്ഷെ അത് അവരെന്നെ ട്രാപ്പിൽപ്പെടുത്താനുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ബ്രദറിനോട് പറഞ്ഞിരുന്നു. ബ്രദർ പറഞ്ഞു അതവിടെ തന്ത്രമാണ്. പക്ഷെ ഞാനത് ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല. കാരണം കുഞ്ഞിനെ പ്രതി എക്സിൻ്റെ കൂടെ തന്നെ ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഈ ബ്രദറിനോട് പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത് ബ്രദർ പറഞ്ഞു, ബ്രദറിനോട് എനിക്ക് സങ്കടം സഹിക്കാനുണ്ടായും ബ്രദറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ബ്രദർ പറയുന്ന പോലെ തന്നെ പിന്നെ ഞാൻ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എക്സിൻ്റെ വീട്ടുകാരുടെ യഥാർത്ഥ സ്വഭാവം യേശു വെളിപ്പെടുത്തി തരികയും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തരികയും ചെയ്തു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഒരു മോളുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം ഒരു മോളെയും തന്നു, നല്ല സ്നേഹമുള്ള ഒരു മോളെയും തന്നു. അതും ഇതുപോലെ തന്നെ അമ്മേനെ സ്നേഹം ആഗ്രഹിച്ച് ഉള്ളൊരു കുഞ്ഞാണത്. അപ്പോൾ ദൈവം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ, നല്ല പ്രാർത്ഥനയും ഐക്യമുള്ളൊരു കുടുംബത്തിലേക്ക് തന്നെ ദൈവം എന്നെ എത്തിച്ചു. ഈ മെയ് 15 ആയിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ പരിശുദ്ധമ്മ മാതാവിനും ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിക്ടറി ബ്രദറിനും ഞാൻ 1000 നന്ദി പറയുന്നു.